വിവാഹമോചന കേസിലെ ഇരിഞ്ഞാലക്കുട ഫാമിലി കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നു. വിവാഹ സമ്മാനമായി ലഭിച്ച അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാർ ഇട്ട സ്വർണം അതിന് ഇപ്പോഴത്തെ വിപണി വില അനുസരിച്ച് തുക മടക്കി കൊടുക്കണമെന്നാണ് ആ സുപ്രധാന വിധി. കൊടുങ്ങല്ലൂർ അഴീക്കോട് പാളയംകോട്ട് ഷൈൻമോൾ എന്ന പെൺകുട്ടി 2007 വിവാഹം കഴിച്ചത് തൃശ്ശൂർ കാളത്തോട് പാളയംകോട്ട് ബോസ്കിയെ എന്ന യുവാവിനെയായിരുന്നു. 2021 യുവതി വിവാഹമോചനം നേടി. അതേ സമയത്ത് 2022 ആ പെൺകുട്ടിക്ക് കിട്ടാനുള്ള സ്വർണം കൊടുത്തില്ല. അതുപോലെ തന്നെ അവർക്ക് ജീവനാംശം കൊടുത്തില്ല, കുട്ടികൾക്കും ജീവനാംശം കൊടുത്തില്ല. ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും സ്വർണവും തിരികെ നൽകുന്നില്ല എന്ന് പറഞ്ഞ് 2022 തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട കുടുംബ കോടതിയിൽ ആണ് അവർ വീണ്ടും പരാതി കൊടുത്തത്. ആ പരാതി പ്രകാരം അവിടുത്തെ ഫാമിലി കോടതിയിലെ ജഡ്ജി അദ്ദേഹം റെനോ ഫ്രാൻസിസ് സേവ്യർ ആണ് വിധി പ്രസ്താവിച്ചത്. സുപ്രധാനമായ ഒരു വിധി തന്നെ. കാരണം വിവാഹം കഴിഞ്ഞ് കേസും ബഹളവും ഒക്കെ ആയി കഴിയുമ്പം കോടതി വിധിക്കും 58 പവൻ അല്ല 60 പവൻ തിരികെ കൊടുക്കാൻ. അത് കൊടുക്കുന്ന സമയമാകുമ്പം അത് അന്ന് വാങ്ങിച്ച വില അനുസരിച്ചാണ് പണം കൊടുക്കുന്നത്. അതിപ്പോൾ അംഗീകരിക്കാൻ ഒക്കില്ല. അന്ന് 100 പവൻ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് 2000 രൂപയ്ക്ക് വാങ്ങിച്ചതാണെങ്കിൽ ഇന്ന് 60,000 68,000 രൂപയ്ക്ക് ഒരു പവൻ ലഭിക്കുകയുള്ളൂ. സ്വർണം കൊടുത്തോളൂ, അല്ലെങ്കിൽ സ്വർണത്തിന് ഇന്നത്തെ വിപണി വില, മാർക്കറ്റ് വില കൊടുക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു സുപ്രധാന വിധി ആയത്. അതേസമയത്ത് അവർ പുനർവിവാഹം ചെയ്തു, അതുകൊണ്ട് ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നൊരു വാദഗതി. പുനർവിവാഹം ചെയ്യുന്നിടം ആ ദിവസം വരെ ആ ജീവനാംശം കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനാണ്. അതിനു ശേഷം കൊടുക്കണ്ട. പുനർവിവാഹത്തിന് ആ ദിവസത്തിന് മുമ്പ് വരെ ജീവനാംശം കൊടുക്കണം ഭർത്താവ്. മുൻ ഭർത്താവ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതാണ് കോടതിയിലെ സുപ്രധാന മറ്റൊരു വിധി. മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ഇവർക്ക് ജീവനാംശം ഇന്ന് വരെ കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. അതേസമയത്ത് ഭർത്താവിന്റെ വീട്ടുകാര് ചില വസ്തുക്കളും ചില ഉപകരണങ്ങളും ഭാര്യ വീട്ടുകാർക്ക് കൊടുത്തു. അതിന്റെ വില വേണം, അത് തിരികെ വേണമെന്നാണ് മറ്റൊരു വാദഗതി. അതൊട്ടും നടക്കത്തില്ല. കാരണം മുസ്ലിം വിമൻസ് ആക്ട് 1986 അനുസരിച്ച് അതിന്റെ 3-ാം വകുപ്പ് പ്രകാരം ഭർത്തൃ വീട്ടുകാര് അങ്ങോട്ട് ഭാര്യ വീട്ടിൽ കൊടുത്ത ഉപകരണങ്ങൾ, മേശ, കസേര, അങ്ങനെ എന്ത് വേണമായിക്കോട്ടെ, സ്വർണ്ണാഭരണങ്ങൾ, ഡ്രസ്സ്, ഒന്നും തിരിച്ച് അവകാശപ്പെടാൻ മുസ്ലിം നിയമം അനുസരിച്ച് 1986 അതിന്റെ 3-ാം വകുപ്പ് അനുസരിച്ച് അർഹതയില്ല ഭർത്താവിന്റെ വീട്ടുകാർക്ക്. അതേസമയത്ത് അവര് ജീവനാംശം കൊടുക്കണം, പുനർവിവാഹം ചെയ്യുന്നിടം വരെ ജീവനാംശം കൊടുക്കണം, കുട്ടികൾക്ക് ജീവനാംശം കൊടുക്കണം. അതിന്റെ അരിയർ എത്ര ആയാലും അത് കൊടുത്തേ വെക്കുള്ളൂ. അതിന്റെ പലിശ കൂടെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുക, ഈ പെൺകുട്ടി വിവാഹം കഴിച്ച 2007 അത് ഷൈൻ മോളില്. അതിനുശേഷം 2021 വിവാഹ മോചനം അവർ നേടി. പക്ഷെ അവർക്ക് കിട്ടാനുള്ള അംശങ്ങളും അതിന് സ്വർണങ്ങളും ഒന്നും കിട്ടിയില്ല. 2022 അവർ പ്രത്യേകമായിട്ട് ജഡ്ജി റെനോ ഫ്രാൻസിസ് സേവ്യറിന് മുമ്പിൽ പരാതി കൊടുത്തു. അദ്ദേഹമാണ് ആ വിധി പ്രസ്താവിച്ചത്. 100 പവൻ കൊടുക്കണം. ആ 100 പവൻ കൊടുക്കാനുള്ള ഇന്നത്തെ ഒന്നെങ്കിൽ പവനായിട്ട് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്നലെ വിപണി മൂല്യം അനുസരിച്ച് ഉള്ള പണം കൊടുക്കണം. അന്ന് എത്ര കാരറ്റ് ഉണ്ടോ ആ കാരറ്റിൽ തന്നെ ഇന്ന് കൊടുക്കണം. കാരറ്റ് കുറച്ച് തട്ടിപ്പൊട്ടി ചെമ്പ് ചേർത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. സ്വർണം അന്ന് അത് 99 കാരറ്റ് ആണെങ്കിൽ, അല്ലെ 96 കാരറ്റ് ആണെങ്കിൽ അത് അതേപടി ആ കാരറ്റിലുള്ള സ്വർണം തന്നെ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇതൊരു സുപ്രധാനമായ വിധി തന്നെയാണ്. കാരണം പലരും ഭർത്താക്കന്മാര് കുട്ടികളുണ്ടായി പെൺകുട്ടികളെ കളഞ്ഞിട്ട് സ്ഥലം വിടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് അവർക്കൊരു പണിഷ്മെന്റ് കൊടുത്തേ വെക്കുള്ളൂ. ആ പെൺകുട്ടി വിവാഹ സമയത്ത് കൊടുത്ത എല്ലാ സ്വത്തുക്കളും മടക്കി കൊടുക്കണം. ആ പുനർവിവാഹം ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ ഇപ്പോഴും പുനർവിവാഹം ചെയ്യാതെ ഇരിക്കുന്ന സ്ത്രീയാണെങ്കിൽ ജീവനാംശം കൊടുത്തേ പറ്റുള്ളൂ, മരണം വരെ കൊടുത്തേ പറ്റുള്ളൂ. ആ കുട്ടികൾ പ്രായപൂർത്തിയാണെങ്കിൽ കൊടുക്കണ്ട, പ്രായപൂർത്തി അല്ലാത്ത കുട്ടികൾക്കും ജീവനാംശം കൊടുക്കണം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വേണം ഓരോരുത്തരും ഓരോ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ. ഏത് സമുദായം ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിലുള്ളവരായിക്കോട്ടെ,
ഇതൊക്കെ പ്രാഥമികമായ ഭർത്താക്കന്മാരുടെ അവരുടെ വീട്ടുകാരുടെ കടമയാണ്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ജീവന് സംരക്ഷണം കൊടുക്കണം, അതിന്റെ സ്വത്തുക്കൾ പരിരക്ഷിക്കണം. അതെടുത്ത് ചെലവാക്കി കഴിഞ്ഞിട്ട് ആ കുട്ടിയെ പറഞ്ഞു വിടുന്ന പരിപാടി ഒന്നും നടക്കില്ല. ഇന്ത്യയിൽ ഇനിയും നടക്കില്ല. ഫാമിലി കോടതിയിൽ അതിശക്തമായ നിയമങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഈ ഫാമിലി കോടതി കേസുകൾ തീർപ്പാക്കുന്നത്. ചില ആൾക്കാർക്ക് പണമില്ല, അവർ ഭർത്താക്കന്മാർ ഒളിവിൽ പോകുന്നൊക്കെ കാണാം. അതിലൊന്നും അർത്ഥമില്ല. നിങ്ങൾ കൂലിപ്പണിക്കാരനായി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അംശം അതിന്റെ അനുസരിച്ചുള്ള ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ മോചനം നേടാൻ ഒളിവിൽ പോയി കഴിഞ്ഞ് നിങ്ങളെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ സുപ്രധാനമായ ഒരു വിധിയാണിത്. അത് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നാലും ശരി, ആ വിധി ഹൈക്കോടതി അംഗീകരിക്കും. കാരണം അത് വിപണി ഇപ്പം കാരണം 100 പവൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100 പവനായിട്ട് കൊടുത്തോ, തടസ്സമില്ല. പക്ഷെ അത് വാങ്ങാൻ നിവൃത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കയ്യിൽ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിപണി മൂല്യം കൊടുക്കണം എന്ന് കോടതി പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്.